Okay. Good morning. I am Santosh, ELV consultant. Okay. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബിസിനസിൻ്റെ ഒരു എന്താ പറയുക റീവോക്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ചാണ്. റീവോക്സ് എന്താണ് റീവോക്സ്? റീവോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഒപ്റ്റിമൈസ് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെ നമ്മൾ ഈ കരിമ്പിൻ്റെ ചാറ് കയറ്റി ജ്യൂസ് എടുക്കുമ്പോൾ എങ്ങനെ അതിനെ ഫുൾ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് റീവോക്സ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇതിനെ ഞാൻ ഗ്രോത്ത് കോൺട്രൻറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ തിരിക്കുകയാണ്. ഗ്രോത്ത് കോൺട്രൻറ്റ്. ഓക്കെ, ഗ്രോത്ത് കോൺട്രാക്റ്റിനെ 4 തിരിക്കാം, 4 ഗ്രാഫായിട്ട് തിരിക്കാം. ഒന്ന് ന്യൂ പ്രോഡക്റ്റ്, ഇവിടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അടുത്തത് ന്യൂ മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ന്യൂ പ്രൊഡക്റ്റുമായിട്ട് ന്യൂ മാർക്കറ്റിലോട്ട് വരുന്നതിന് നമ്മൾ എന്താ പറയും? ന്യൂ പ്രോഡക്റ്റിനെ ന്യൂ മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിന് നമ്മൾ അവരെയാണ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അവർക്കൊന്നുമില്ല, അവർ പുതിയതായിട്ട് ഒരു ഐഡിയയും കൊണ്ട് വരികയാണ്. അപ്പോൾ അവർ പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും, പുതിയ മാർക്കറ്റിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇവർക്ക് വളർച്ച വരാൻ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഓരോ ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ കടന്നു വരാൻ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, രണ്ടാമത്തത് ഈ ന്യൂ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുമായിട്ട്, അതായത് ന്യൂ പ്രൊഡക്റ്റ് ആയിരുന്നു, അതിപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റായിട്ട് ന്യൂ മാർക്കറ്റിൽ പോകുന്നതിന് എന്ത് പറയും? നമ്മളടുത്ത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ന്യൂ മാർക്കറ്റിലോട്ട് പോകുന്നതിന് എന്ത് പറയും? നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ഇരിക്കുകയായിരുന്നു, ന്യൂ പ്രോഡക്റ്റും ന്യൂ മാർക്കറ്റിലുമായിരുന്നു, അതിന് നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതേ പഴയ പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ കൊണ്ട് നമ്മൾ ന്യൂ മാർക്കറ്റിൽ പോകുന്നതിന് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയും. എക്സ്പാൻഷൻ, അതായത് ഇപ്പോൾ ഞാൻ ബഹ്റിനിൽ ഒരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് വന്നു. ബഹ്റിൻ മാർക്കറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. അവിടെ നിന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെയും കൊണ്ട് പുതിയ മാർക്കറ്റിലോട്ട് പോകണം, അതിന് ഞാൻ സൗദിയിലോട്ട് പോകുന്നതിന് ഞാൻ എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റ്, അപ്പോൾ അതായത് നമുക്ക് ഇപ്പം ബഹ്റിൻ മാർക്കറ്റ്, പഴയ മാർക്കറ്റ്, അതിനകത്ത് ഒരു പുതിയ പ്രൊഡക്റ്റിനെ കൊണ്ടുവരുന്നത് എത്രത്തോളം ചലഞ്ചായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടിയിരിക്കും. ആ പ്രൊഡക്റ്റിന് വേണ്ടി പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കണം. അവിടെ വന്നിട്ട് നമ്മൾ അത് ആർക്ക് പോകണമെന്നുള്ള മാർക്കറ്റിംഗ് ചെയ്യണം. അതിനൊരുപാട് പണി ഇനിയും ബാക്കി കിടക്കണം. പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള റിസ്ക്കും അവിടെയുണ്ട്. എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നാലും നമുക്ക് റിസ്ക്കാണ്. ന്യൂ പ്രൊഡക്റ്റ് കൊണ്ട് ന്യൂ മാർക്കറ്റിൽ പോയാലും നമുക്ക് റിസ്ക്കാണ്. ന്യൂ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ കൊണ്ടുപോയാലും നമുക്ക് റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് പറ്റിയ കളി മാർക്കറ്റ് ഏതാണ്? നമ്മളുടെ ഇപ്പോൾ ഇരിക്കുന്ന മാർക്കറ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീവോക്സ് എന്നുള്ള സാധനം ചെയ്യേണ്ടത്. ഓക്കെ, റീവോക്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, റവന്യൂ ഓപ്പറേഷൻസ്. അതിനെയാണ് റീവോക്സ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ആംഗിളിൽ പറയുകയാണെങ്കിൽ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മളുടെ ഗ്രോത്ത് കോൺട്രാക്റ്റിൽ നമുക്ക് ഇത് മൂന്നിലും നമുക്ക് ചാലഞ്ച് ഉണ്ട്, ഇതിൽ നമുക്ക് ചാലഞ്ചേ ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു മാർക്കറ്റിലുണ്ട്, അവിടെ നമ്മൾ പഴയ പ്രോഡക്റ്റ് നമ്മളെടുത്തുണ്ട്. സോ നമ്മൾ വർക്ക് ചെയ്യേണ്ട പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റിവോക്സ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ഏരിയയിലാണ്. ഓക്കെ, ഇപ്പോൾ റിവോക്സ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മനസ്സിലായി ഇല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. എങ്ങനെയാണ് റിവോക്സ് ചെയ്യുന്നത്? റിവോക്സ് എന്തിനാ ചെയ്യേണ്ടത്? റവന്യൂ ഓപ്പറേഷൻസ് എന്തിനാ ചെയ്യേണ്ടത്? ഒന്ന്, റിവോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മോർ സെയിൽസ് കിട്ടും. 2, മോർ സെയിൽസ് പെർ കസ്റ്റമർ. ആദ്യം നമുക്ക് മോർ സെയിൽസ് കിട്ടും, ഓരോ കസ്റ്റമറിൽ നിന്നും വീണ്ടും മോർ സെയിൽസ് കിട്ടും പെർ കസ്റ്റമർ. അതെങ്ങനെ കിട്ടും? ഓക്കെ, മോർ സെയിൽസ് കിട്ടുന്ന കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിൽ നിന്ന് നമുക്ക് സെയിൽസ് കിട്ടും. മോർ സെയിൽസ് പെർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെയാണ് നമ്മൾ പറയുന്ന അപ്സെല്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. മോർ സെയിൽസ് പെർ കസ്റ്റമർ.
നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഒരു സൊല്യൂഷൻ കൊടുത്തു. ഇപ്പോൾ ഫ്ലീറ്റിൻ്റെ GPS ട്രാക്കിംഗ് സൊല്യൂഷൻ നമ്മളൊരു കസ്റ്റമർക്ക് കൊടുത്തു. ആ കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം ആ കസ്റ്റമറെ നമ്മൾ വീണ്ടും മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ ആ കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് എങ്ങനെ അയാളിൽ മോർ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും? ആ കസ്റ്റമറിൽ നമ്മൾ എങ്ങനെ അടുത്ത സെയിൽ ഉണ്ടാക്കും? ആ കസ്റ്റമർക്ക് വേറെ എന്തൊക്കെ നമ്മുടെ സൊല്യൂഷൻസ്, നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കസ്റ്റമർക്ക് ഫീറ്റ് കൊടുത്തു. ആ കസ്റ്റമർക്ക് വേറെ എന്താ, അവർക്കൊരു ഓഫീസ് ഉണ്ടാവും. ഓഫീസിൽ CCTV വേണമായിരിക്കും. അവർക്ക് വേറെ എന്തെങ്കിലും ആക്സസ് കൺട്രോൾ സൊല്യൂഷൻ വേണമായിരിക്കും. ചിലപ്പോൾ അവർക്ക് PA സിസ്റ്റം വേണമായിരിക്കും. ചിലപ്പോൾ അവർക്ക് TV സൊല്യൂഷൻ വേണമായിരിക്കും. ചിലപ്പോൾ അവർക്ക് മീറ്റിംഗ് റൂം ഉണ്ടാവും, അവിടെ വന്നിട്ട് LED സ്ക്രീൻ വേണമായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഫ്രണ്ട് ഒരു ബോർഡ് LED സ്ക്രീൻ സെറ്റ് ചെയ്യണമായിരിക്കും. ചിലപ്പോൾ അവർക്ക് എംപ്ലോയീസിന് ടൈം മെയിൻ്റനൻസ് സൊല്യൂഷൻസ് വേണമായിരിക്കും. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ട്സാണ്. സോ ഒരു കസ്റ്റമറിൽ എങ്ങനെ നമ്മൾ മോർ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുക, അതാണ് റിവോപ്സിൻ്റെ സെക്കൻഡ്. ഫസ്റ്റ് നമ്മൾ സെയിൽ കൂട്ടുക, 2 റിവോപ്സ് വഴി എങ്ങനെ അപ്സെൽ ചെയ്യുക, ഒരേ കസ്റ്റമറിൽ എങ്ങനെ വീണ്ടും വീണ്ടും അപ്സെൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അതാണ് അടുത്തത്. മൂന്നാമത്, മോർ വാല്യൂ പെർ കസ്റ്റമർ. ഇതിനെ നമുക്ക് ക്രോസ് സെല്ലിംഗ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ക്രോസ് സെല്ലിംഗ് ചെയ്യുക? അതിനെ നമുക്ക് MCD എന്ന് പറയാം. MCD എന്ന് വെച്ചാൽ സ്മോൾ, മീഡിയം, ലാർജ് പെർ കസ്റ്റമർ. സ്മോൾ, മീഡിയം, ലാർജ്. അതായത് നമ്മൾ മാക്ഡൊണാൾഡിൽ പോയെന്ന് വെച്ചാൽ മാക്ഡൊണാൾഡിൽ നമുക്ക് ബർഗർ കിട്ടും. മാക്ഡൊണാൾഡിൻ്റെ പ്രോഡക്റ്റ് എന്തോ ബർഗറാണ്. ഈ ബർഗർ മാത്രമായിട്ട് നമ്മൾ മക്ഡൊണാൾഡിൽ പോയി മേടിക്കുകയാണെങ്കിൽ 3.5 ദിനാറാണ് റേറ്റ്. അതേ സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു കോളയും ബർഗറും ചേർത്ത് തരുമ്പോൾ അവർ അതേ 3.5 ദിനാറാണ് റേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ആരെങ്കിലും ബർഗർ മാത്രമായിട്ട് പോയി മേടിക്കുമോ? രണ്ടിനും ഒരേ റേറ്റാണ്, പക്ഷേ അവിടെ നമുക്ക് 2 ഐറ്റം കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ വാല്യൂ കിട്ടുകയാണ്. അപ്പോൾ വാല്യൂ കൂടുമ്പോൾ നമ്മളെല്ലാവരും ആ 3.5 ദിനാറിൻ്റെ ഒരു ബർഗർ മേടിക്കും. 3.5 ദിനാറിൻ്റെ അതേ റേറ്റിന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കോളയും ഉള്ള പ്രൊഡക്റ്റ് വാങ്ങും. മാക്ഡൊണാൾഡിൻ്റെ പ്രൈസ് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ ഡിജിറ്റൽ സൈനേജിൽ ബോർഡിൽ ഇട്ടിരിക്കും. 3.5 ദിനാറിന് ഒരു ബർഗറും അതേ 3.5 ദിനാറിന് കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കും. അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബർഗറിൻ്റെ വില ചിലപ്പോൾ 1.5 ദിനാറായിരിക്കും, അല്ലെങ്കിൽ 2 ദിനാറായിരിക്കും. ആ 2 ദിനാർ വിറ്റാൽ മതി. പക്ഷെ അവരതല്ല വിൽക്കുന്നത്. അവർക്ക് വേണ്ടത് കസ്റ്റമർ കോംബോ ഓഫർ എടുക്കുക. അതാണ് അവരുടെ ഐഡിയ. ഇത് വാല്യൂ കൂട്ടി കൊടുക്കുക. അപ്പോൾ അവർക്ക് ചെറിയ 3 ദിനാർ 2 ദിനാർ കൊണ്ടുള്ള കസ്റ്റമർ വരണ്ട. അവർക്ക് വേണ്ടത് വരുന്ന കസ്റ്റമർ ബർഗർ മാത്രം വാങ്ങേണ്ട, അവർക്ക് ഇത്രയും കോംബോ ഓഫർ മേടിച്ചുകൊണ്ട് പോകണം. പക്ഷെ അതേ സമയത്ത് അവിടെ എന്തുവാ ചെയ്യുക? അവിടെ വന്നിട്ട് അവർക്ക് ഈ ബർഗർ അല്ലാതെ കൂടുതലുള്ള കോംബോ ബർഗറിനെ വേണമെങ്കിൽ അവർക്ക് 2.5 ദിനാറിന് പറഞ്ഞ് വിൽക്കാം. അങ്ങനെ വിറ്റാൽ എന്താവും? ഫ്രഞ്ച് ഫ്രൈസും ഈ കോളയും പോകത്തില്ല. സോ അവരെന്ത് ചെയ്യുന്നു? ഇത് 3ഉം കൂടെ ചേർത്ത് കമ്പൈൻഡ് ഓഫറായിട്ട് കൊടുക്കുമ്പോൾ അതും കൂടെ അങ്ങ് പോകും, വാല്യൂവും കിട്ടും. കസ്റ്റമർക്ക് ഇപ്പം വെറും ബർഗർ തന്ന 2 ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ഒരു കോളയും കിട്ടുമ്പോൾ അവർക്ക് അത് ആവശ്യമാണ്, കസ്റ്റമർക്ക് അത് ആവശ്യമാണ്. പക്ഷേ ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് അവർ വെറും ബർഗർ മാത്രം വാങ്ങിച്ചോട്ട് പോണത്. അതേ സമയത്ത് ഇവരുടെ അടുത്തിരിക്കുന്ന അടുത്ത 2 പ്രൊഡക്ട്സും കൂടെ അവരിവിടെ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഒരു കസ്റ്റമർ പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ലുലുവിലോട്ട് നമ്മളൊരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകും ഒരു 10 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അതായത് പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ 10 സാധനം എഴുതിക്കൊണ്ട് പോകും, പക്ഷെ തിരിച്ച് നമ്മൾ വന്ന് ബാസ്ക്കറ്റിൽ നോക്കുമ്പോൾ 15 സാധനമായിരിക്കും. കാരണം നമ്മൾ അവിടെ നമുക്ക് ലിസ്റ്റിലെ ഐഡിയ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരും. അതെന്താ? അവർ ഓഫറും അട്രാക്ഷനും പ്രൊമോഷനും കണ്ടിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിൽ അത് ആ പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആയിരുന്നു. 2 നമുക്ക് ഇത് കാണുമ്പോൾ കൊള്ളാമല്ലോ, ഓഫർ ഉണ്ടല്ലോ, കുറച്ച് നമുക്കിത് വേണമല്ലോ എന്നുള്ള തോട്ട് പ്രോസസ്സ് നമ്മളത് മേടിച്ചിട്ടുണ്ട്. സോ ഇതാണ് പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യും. അപ്പോൾ കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ക്രോസ് സെൽ ചെയ്യുക. ക്രോസ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഓഫർ കമ്പൈൻ ചെയ്ത് കയറ്റിങ് അടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കസ്റ്റമറുടെ ഫ്ലീറ്റ് മേടിച്ചു. ഫ്ലീറ്റ് മീൻസ് അവർക്കൊരു 10 വണ്ടിയുണ്ട്. 10 വണ്ടിക്കും ട്രാക്കിംഗ് സൊല്യൂഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോകും. അപ്പോൾ സാർ ട്രാക്കിംഗ് സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കും എന്താണ് ഈ കസ്റ്റമർക്ക് നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ സാർ നമുക്കൊരു ഓഫർ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാർ. നമ്മളുടെ ഈ പാക്കേജ് എടുക്കുമ്പോൾ
നമുക്ക് ടൈം അറ്റൻഡൻസ് സിസ്റ്റം, നിങ്ങളുടെ ഓഫീസിൽ ടൈം അറ്റൻഡൻസ് സിസ്റ്റം ഇല്ല, ഞാൻ കണ്ടു അവിടെ അറ്റൻഡൻസ് റീഡർ ഒന്നുമില്ല. സോ ഇപ്പോൾ നമുക്കൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അറ്റൻഡൻസ് റീഡർ കൂടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് 500 BD മുകളിലാണ്. പക്ഷേ സാറിന് ഇപ്പോൾ നമ്മൾ ഈ കമ്പൈൻഡ് ഓഫർ ആയിട്ട് വെറും 350 BD ടൈം അറ്റൻഡൻസ് സിസ്റ്റവും അതിൻ്റെ സോഫ്റ്റ്വെയറും എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കസ്റ്റമറിന് ട്രിഗറായി ഓക്കെ ടൈം അറ്റൻഡൻസ് എന്തായാലും ഇല്ല, അതുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യം വരും. സോ ഫ്ലീറ്റിൻ്റെ കൂടെ ഇതും കൂടെ അവരങ്ങ് പർച്ചേസ് ചെയ്യും. സോ ഈസി ആയിട്ട് നമുക്ക് 2 പ്രോഡക്റ്റ് വാല്യൂ കൂട്ടി കൊടുത്ത് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ഒരേ സമയത്ത് കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ക്രോസ് സെല്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ ഇപ്പോൾ നമ്മൾ സാധാരണ ഒന്നും വേണ്ട, നമ്മൾ മുടി വെട്ടാൻ പോയി വെച്ചു, മുടി വെട്ടാൻ അല്ലെങ്കിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആവും വന്ന് ചോദിക്കും സാർ ഫേഷ്യൽ ചെയ്യണോ, സാർ ഹെഡ് മസാജ് ചെയ്യണോ, സാർ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഓക്കെ നമുക്കൊരു 15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഓക്കെ ശരി ഹെഡ് മസാജ് കൂടെ ചെയ്തോ എന്ന് നമ്മൾ പറയും ആ സമയത്ത്. അപ്പോൾ നമ്മളുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കുകയാണ്. അത് അവൻ ചോദിച്ചില്ലെങ്കിൽ നമ്മളത് പറയത്തില്ല. ചോദിച്ചതുകൊണ്ടാണ് നമ്മളത് യെസ് പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക, നമ്മളടുത്ത് എന്താണ് അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടോ അതിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കസ്റ്റമർക്ക് സെല്ല് ചെയ്യുക. കസ്റ്റമർ ഈസ് റെഡി ടു ബൈ. നമ്മൾ ചോദിക്കുന്നില്ല, ചോദിക്കാത്തത് നമ്മുടെ മിസ്റ്റേക്ക്. സോ നമ്മളവിടെ ചോദിക്കുക, നമ്മളവിടെ ക്രോസ് സെല്ലിലൂടെ ചെയ്യും. അപ്പോൾ ക്രോസ് സെൽ എന്താണ്, അപ്സെൽ എന്താണെന്ന് മനസ്സിലായി. ആദ്യം നമ്മൾ റിവോപ്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിവോപ്സിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് മോർ സെയിൽസ്, സെക്കൻഡ് മോർ സെയിൽസ് പെർ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരേ കസ്റ്റമറുടെ അടുത്ത് വീണ്ടും വീണ്ടും സെല്ല് ചെയ്യുന്നതിനാണ് മോർ സെയിൽസ് പെർ കസ്റ്റമർ. 3 ഒരു സെയിലിൽ തന്നെ നമ്മൾ വാല്യൂ കൂട്ടി കൊടുക്കുന്നു. നമ്മളൊരു 500 ദിനാറിന് വിൽക്കാൻ പോകുന്നതിന് ഒരു 700 ദിനാറായിട്ട് വിൽക്കുന്നു. അതായത് വാല്യൂ കൂട്ടി കൊടുത്ത് വിൽക്കുന്നതിന് ഇതിനെ പറഞ്ഞു. അടുത്ത 4ാമത്തത് ഡേഞ്ചർ ഓൺലി വൺ. ഡേഞ്ചർ ഓൺലി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ, ഒരു ഓഫർ, ഒരു ഫണൽ, ഒരു സെയിൽസ്മാൻ, ഇരിക്കുന്ന ഡേഞ്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാക്ഡിയിൽ പോകുമ്പോൾ നമ്മൾ ബർഗർ വാങ്ങും. മാക്ഡിക്ക് ബർഗർ മാത്രം തന്നെ ഉണ്ടായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്ന് ആലോചിച്ചു. മാക്ഡി ഒരു ഫേമസ് കമ്പനിയാണ്, അവർക്ക് പ്രൊഡക്ട്സ് ഉണ്ട്, അവരുടെ അടുത്തുള്ളത് ഒരേ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ, ബർഗർ മാത്രം. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും സെല് ചെയ്യാൻ പറ്റില്ല, ഈ ബർഗർ മാത്രം വിറ്റുകൊണ്ടിരിക്കണം. മാക്ഡി എന്തിനാണ് വേറെ പാക്കേജസ് ഉണ്ടാക്കി വെക്കുന്നത്. സോ ഇവിടെ അങ്ങനെ ഓൺലി വണ്ണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. സോ നമ്മൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നമ്മൾ കുറച്ചുകൂടി അതേ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് കൂടുതൽ ഉണ്ടാക്കി വെക്കണം, എന്നാൽ മാത്രമേ കസ്റ്റമർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഒരു ചാനലിൽ കൂടെ മാത്രമേ വിൽക്കത്തുള്ളൂ, ഈ ഓഫർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ, ഈ ഫണലേ എൻ്റെ അടുത്തുള്ളൂ, ഈ ഒരു സെയിൽസ്മാനേ ഉള്ളൂ, ഇങ്ങനെയുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. സോ റിവോപ്സിൽ നമ്മൾ ഈ 4 കാര്യങ്ങൾ നോക്കണം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് കോൺട്രാക്റ്റിനെ കുറിച്ച് പഠിച്ചത്.